ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അഹമ്മദാബാദിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറും സബർമതി ആശ്രമം സന്ദർശിച്ചു. ഇന്ന് ദേശീയ യുവജന ദിനം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ മത്സ്യോൽപാദനം 198 ലക്ഷം ടണ്ണായി വർദ്ധിച്ചു. നേട്ടത്തിന് പിന്നിൽ ഫിഷറീസ് മേഖലയിലെ സമഗ്ര പരിഷ്കരണമെന്ന് കേന്ദ്ര സർക്കാർ. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-N1 ISRO വിക്ഷേപിച്ചു. വിക്ഷേപണത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ISRO. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇറാനിൽ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 544 പ്രതിഷേധങ്ങൾ സമാധാനപരമായി നേരിടണമെന്ന് UN. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അഹമ്മദാബാദിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറും സബർമതി ആശ്രമം സന്ദർശിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സബർമതി തീരത്ത് നടന്ന അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിലും ഇരുവരും പങ്കെടുത്തു. 3 ദിവസത്തെ മേളയിൽ 50 രാജ്യങ്ങളിൽ നിന്നുള്ള 135 പേർ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പട്ടങ്ങൾ ഇത്തവണ ഏറെ ശ്രദ്ധേയമായി. ഇന്ത്യ ജർമ്മനി പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറും വിലയിരുത്തി. ഇന്ന് ദേശീയ യുവജന ദിനം. ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്വയം ജ്വലിക്കുക, ലോകത്തെ സ്വാധീനിക്കുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ യുവജനദിന പ്രമേയം. ന്യൂഡൽഹിയിൽ നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവ പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. കേരളത്തിൽ നിന്ന് 60 അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. രാജ്യത്തെ മത്സ്യോൽപാദനം 198 ലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഫിഷറീസ് മേഖലയിലെ സമഗ്ര മാറ്റങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് 2013-14 കാലയളവിൽ 95 ലക്ഷം ടണ്ണായിരുന്നു മത്സ്യോൽപാദനം. ആകെ 106% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ്, അക്വാകൾച്ചർ എന്നീ മേഖലകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ മന്ത്രാലയം അറിയിച്ചു. ഈ മേഖലയുടെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പരിഷ്കരണ നടപടികളാണ് മുന്നേറ്റത്തിന് കാരണം. നീലവിപ്ലവം, പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന, പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി യോജന തുടങ്ങിയവയിൽ ഉൾപ്പെടുത്തി 2014-15 കാലയളവിൽ 32,723 കോടി രൂപയാണ് അനുവദിച്ചത്. സമുദ്ര ഉൽപ്പന്ന കയറ്റുമതിയും എക്കാലത്തെയും ഉയർന്ന മൂല്യമായ 62,408 കോടി രൂപയിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന G7 ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് പങ്കെടുക്കും. തന്ത്രപ്രധാനമായ വിഭവങ്ങളുടെ ആഗോള വിതരണ ശൃംഖല സുരക്ഷിതമാക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായക ധാതുക്കളുടെ സുരക്ഷിത വിതരണ ശൃംഖലകൾ അനിവാര്യമാണെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മു കശ്മീരിലെ സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തി, നിയന്ത്രണ രേഖ എന്നിവിടങ്ങളിൽ സുരക്ഷാസേന സംശയാസ്പദമായ ഡ്രോൺ നീക്കങ്ങൾ കണ്ടെത്തി. പാകിസ്ഥാൻ പ്രദേശത്ത് നിന്ന് എത്തിയ ഇവ ഏതാനും മിനിറ്റുകൾ ഇന്ത്യൻ അതിർത്തി കടന്ന് പറന്ന ശേഷം തിരികെ പോയതായാണ് റിപ്പോർട്ട്. ഡ്രോൺ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിർത്തി രക്ഷാസേന തിരച്ചിൽ ഊർജിതമാക്കി. തമിഴ്നാട്ടിലെ കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കാനിടയായ കേസിൽ TVK മേധാവിയും നടനുമായ വിജയ് ന്യൂഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർട്ടി സംഘടിപ്പിച്ച സമ്മേളനത്തിനിടെയാണ് അപകടമുണ്ടായത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്ന സമ്മേളനം 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 2 വരെ തുടരും. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ജനുവരി 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1 ISRO വിക്ഷേപിച്ചു. വിക്ഷേപണത്തിന്റെ 4ാം ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശകലനം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. Today we had attempted the PSLV C-62 EOS N1 mission. The performance of the vehicle up to the close to the end of third stage was as expected. Close to the end of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് ഇന്ന് രാവിലെ 10:17 വിക്ഷേപണം. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കേരളത്തിന് അർഹമായ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ എത്രയും വേഗം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കേണ്ടതിന് പകരം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 2014 മുതൽ കേന്ദ്ര സർക്കാർ 3.2 ലക്ഷം കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ നാളെ നടക്കും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുടെ ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്കാണ് എഴുന്നള്ളിപ്പ്. ഉച്ചവരെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണ ദർശനം നടക്കും. പിന്നീട് ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് പുറപ്പെടും. ഈ മാസം 14-നാണ് മകരവിളക്ക്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 544ആയി. കൊല്ലപ്പെട്ടവരിൽ 50ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 10,000-ലേറെ പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇറാനിൽ ഇന്റർനെറ്റും ടെലിഫോൺ ലൈനുകളും വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ ഭരണകൂടം സംയമനം പാലിക്കണമെന്നും പ്രതിഷേധങ്ങൾ സമാധാനപരമായി നേരിടണമെന്നും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. ആശയവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഇറാൻ അറിയിച്ചതായും നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സുരക്ഷാ പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളെ അവരുടെ സോഴ്സ് കോഡ് പങ്കിടാൻ ഇന്ത്യ നിർബന്ധിക്കുന്നതായി പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് PIB ഫാക്ട് ചെക്ക്. മൊബൈൽ സുരക്ഷയ്ക്കായി ഏറ്റവും അനുയോജ്യമായ നിയന്ത്രണ ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ആരംഭിച്ച കൂടിയാലോചനകളിൽ അന്തിമ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് അഹമ്മദാബാദിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലറും സബർമതി ആശ്രമം സന്ദർശിച്ചു. ഇന്ന് ദേശീയ യുവജന ദിനം. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാജ്യത്തെ മത്സ്യോൽപാദനം 198 ലക്ഷം ടണ്ണായി വർദ്ധിച്ചു. നേട്ടത്തിന് പിന്നിൽ ഫിഷറീസ് മേഖലയിലെ സമഗ്ര പരിഷ്കരണമെന്ന് കേന്ദ്ര സർക്കാർ. ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS N1 ISRO വിക്ഷേപിച്ചു. വിക്ഷേപണത്തിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതായി ISRO.
കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് പ്രത്യേക തിരഞ്ഞെടുപ്പ് നടക്കുന്ന 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇറാനിൽ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 544ആയി. പ്രതിഷേധങ്ങൾ സമാധാനപരമായി നേരിടണമെന്ന് UN. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3-ന്.